വെൽക്കം ടു ദിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. വ്യത്യസ്ത മതങ്ങളുടെ ആചാരങ്ങളും ആരാധനാക്രമങ്ങളും ഇംഗ്ലീഷ് വാക്കുകളിൽ എങ്ങനെയാണ്, അതിൻ്റെ വൊക്കാബുലറി എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് മുസ്ലിം ആരാധനാക്രമങ്ങൾ, ആരാധനാ വാക്കുകൾ, അതിൻ്റെ ഇംഗ്ലീഷ് രൂപങ്ങളാണ്. ഒന്നാമതായി മസ്ജിദ്. ഇത് ഇപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ കാണാവുന്ന ഒരു വാക്കാണ്. മോസ്ക് എന്ന വാക്കും അതിന് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ആരാധനാ രീതിയാണ് 5 നേരത്തെ നമസ്കാരം എന്നൊക്കെ പറയുന്നത്. അതിന് സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇഷ, ഇങ്ങനെ 5 നേരമാണ്. ഇതിൽ സുബഹിയെ നമുക്ക് മോർണിംഗ് പ്രെയർ എന്ന് പറയാം. മോർണിംഗ് പ്രെയർ. ളുഹർ നൂൺ പ്രെയർ, അസർ ആഫ്റ്റർനൂൺ പ്രെയർ, മഗ്രിബ് ഈവനിംഗ് പ്രെയർ, ഇഷ നൈറ്റ് പ്രെയർ. ഇങ്ങനെയാണ് 5 നേരത്തെ അല്ലെങ്കിൽ 5 ടൈം പ്രേയേഴ്സ്. നിസ്കരിക്കുക എന്നതിന് ഒബ്സേർവ് നമാസ്. നമാസ് എന്ന വാക്ക് നിസ്കരിക്കുക, നമസ്കരിക്കുക എന്നതിന് മുസ്ലിം നമസ്കാരത്തെക്കുറിച്ച് പറയാറുണ്ട്. പെർഫോം നമാസ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, ഒബ്സേർവ് നമാസ് എന്ന് പറഞ്ഞാലും നിസ്കരിക്കുക. നിസ്കാരത്തിലെ ഒരു പ്രധാന ഘടകമാണ് റുക്കൂ എന്ന് പറയുന്ന വാക്ക്. റുക്കൂഇന് ഒരു തരത്തിലുള്ള ബോ ആണ്. അതിന് ഇംഗ്ലീഷിൽ ജെനുഫ്ലെക്റ്റ് എന്ന് പറയാം. ജെനുഫ്ലെക്ഷൻ, റുക്കൂ. ജെനുഫ്ലെക്റ്റ് എന്ന് പറഞ്ഞാൽ റുക്കൂ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ PROSTRATE, പ്രോസ്ട്രേറ്റ്, അല്ലെങ്കിൽ കൗതൗ എന്ന് പറഞ്ഞാൽ സുജൂദ്. സുജൂദിന് നമുക്ക് ഇംഗ്ലീഷ് വേർഷനിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രോസ്ട്രേറ്റ് എന്ന് ഉപയോഗിക്കാം. ഇമാം എന്ന വാക്ക് അറബി വാക്കാണ്. അത് ഇംഗ്ലീഷ് ഡിക്ഷണറികളിലും കാണാവുന്ന ഒരു വാക്കായി മാറിയിട്ടുണ്ട്, ഇമാം. എന്നാൽ മഅ്മൂം അങ്ങനെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇമാം എന്ന് പറഞ്ഞാൽ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ് പ്രെയർ ആണ്. ഗ്രൂപ്പ് പ്രെയർ മീൻസ് ജമാഅത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗ്രൂപ്പ് പ്രെയറിൻ്റെ ലീഡറെയാണ്, വൺ ഹു ലീഡ്സ് ദ ഗ്രൂപ്പ് പ്രെയർ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. ഇമാം ഈസ് ഓൾസോ ആൻ ഇംഗ്ലീഷ് വേർഡ്. മഅ്മൂം ഫോളോവേഴ്സാണ്. മഅ്മൂം ഫോളോവർ, വൺ ഹു ഫോളോസ് ദി ഇമാം ഇൻ ദ ഗ്രൂപ്പ് പ്രെയർ. മറ്റൊന്നാണ് റീസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? അതാണ് മിഹ്റാബ്. പള്ളികളിലെ മിഹ്റാബിനാണ് റീസസ് അല്ലെങ്കിൽ മസ്ജിദ് റീസസ് എന്ന് പറയാം. മസ്ജിദ് നീഷ് എന്നും അതിന് വേണമെങ്കിൽ പറയാം. മസ്ജിദ് നീഷ്, മോസ്ക് നീഷ് എന്ന് പറയാം. മറ്റൊരു വാക്ക് മിഹ്റാബിന് ഓൽക്കോവ് എന്നാണ്. ALCOVE, ഓൽക്കോവ്. പിന്നെയും ഹജ്ജ് എന്ന് പറയുന്നതിന് ഹോളി പിൽഗ്രിമേജ് എന്ന് പറയാം. ടു മെക്ക ആൻഡ് മദീന. ഹോളി പിൽഗ്രിമേജ് എന്നാണ് ഹജ്ജ് തീർത്ഥാടനം. ഹോളി പിൽഗ്രിമേജ് ടു മക്ക. ഹോളി വിസിറ്റ് ടു റൗള ഈസ് കോൾഡ് സിയാറ. ഹോളി വിസിറ്റ് ടു റൗസ ഓർ റൗള. റൗസ മീൻസ് ദി ഹോളി റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന് ഈക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ പീസ് ബി അപ്പോൺ ഹിം എന്ന് പറയാം. പീസ് ബി അപ്പോൺ ഹിം അങ്ങനെയാണ് പ്രയോഗിക്കാറ്. പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഓതുക എന്നതിന് റിസൈറ്റ് എന്ന് പറയാറുണ്ട്. RECITE. ചാൻറ്റ് എന്നും പറയാം. CHANT, ചാൻറ്റ്. മറ്റൊന്ന് ജക്കാത്ത് ശരിക്ക് എയ്ഡ് ടു പുവർ ആണ്.
ഓർ ചാരിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ആനുവലി. വർഷത്തിലൊരിക്കൽ ഇങ്ങനെ പാവങ്ങൾക്ക് സമ്പന്നനായ നിശ്ചിത അളവിൽ സമ്പത്തുള്ള മുസ്ലിം നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു എയ്ഡാണ് അല്ലെങ്കിൽ സഹായമാണ്. അതിനാണ് സക്കാത്ത്. ദാറ്റ്സ് കോൾഡ് സക്കാത്ത്. എയ്ഡ് ടു പുവർ, AID, എയ്ഡ് ടു പുവർ. പിന്നെ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോഫറ്റാണ്. പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാറുണ്ട്, പ്രവാചകൻ. അതിന് പ്രോഫറ്റ് എന്നാണ് പറയുക. പ്രോഫറ്റ് പീസ് ബി അപ്പോൺ ഹിം എന്ന് ഇംഗ്ലീഷിൽ. സ്വഹാബ എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. അത് ദ കമ്പാനിയൻസ് ഓഫ് ദ പ്രോഫറ്റ്. കമ്പാനിയൻസ് അതായത് സ്വഹാബത്ത്. പിന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരാചാരമാണ് മാർക്കം അല്ലെങ്കിൽ സുന്നത്ത് കഴിക്കുക. ഇതിന് സർക്കംസിഷൻ എന്നാണ് പറയുക. സർക്കംസിഷൻ, സർക്കംസൈസ് എന്നാണ് അതിൻ്റെ വേർബ്. സർക്കംസിഷനാണ് നൗൺ. മറ്റൊന്നാണ് നോമ്പ് അനുഷ്ഠിക്കുക, വ്രതം. റംസാൻ മാസത്തിൽ പ്രത്യേകിച്ച്, അല്ലാതെയുമുണ്ട്. റംസാൻ മാസത്തിലുള്ള വ്രതത്തിന് അല്ലാത്ത വ്രതത്തിനൊക്കെ നമ്മൾ പറയുന്നത് ഫാസ്റ്റ് എന്നാണ്. നോമ്പ്, വ്രതം, ഫാസ്റ്റിംഗ് ആണത്, നോമ്പ് അനുഷ്ഠിക്കൽ. അത് നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നതിന് ഒബ്സേർവ് ഫാസ്റ്റ് എന്നാണ്. ഒബ്സേർവ് ഫാസ്റ്റ്. നോമ്പ് മുറിക്കുന്നതിന് എൻഡ് ഫാസ്റ്റ് എന്ന് പറയാം, എൻഡ് ഫാസ്റ്റ്. പിന്നെ മറ്റൊരു നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ഒരു അംഗസ്നാനമുണ്ട്, അംഗശുദ്ധി വരുത്തുന്നതിനാണ് വുളൂ എന്ന് പറയുന്നത്. ഈ വുളൂവിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എബ്ലൂട്ട് എന്നാണ്. ABLUTE, എബ്ലൂട്ട്. എബ്ലൂഷൻ എന്നാണ് നൗൺ ഫോം. മൊത്തം കുളിക്കുന്നതിന് ഹോൾ ബോഡി അബ്ലൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹോൾ ബോഡി അബ്ലൂഷൻ. ബാങ്ക് വിളിക്കുക, അതൊരു പ്രധാനപ്പെട്ട ആചാരമാണ്. നിസ്കാരത്തിൻ്റെ മുമ്പ് നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കോൾ ടു പ്രെയറാണ്. പ്രാർത്ഥനയ്ക്കുള്ള വിളി, പ്രാർത്ഥനയിലേക്കുള്ള വിളി. ദാറ്റ്സ് കോൾഡ് അദാൻ എന്നും പറയാറുണ്ട്. അസാൻ, AZAN. അത് ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ കാണാം, അസാൻ. അതിനെ കോൾ ടു പ്രെയർ എന്ന് നമുക്ക് പറയാം. മറ്റൊന്നാണ് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറയുന്നത് ശരിക്കും ഇംഗ്ലീഷിൽ ഇൻറ്റൻഷനാണ്. ഇൻറ്റൻഷൻ. ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് ബൈ ഓർ ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു ഇൻറ്റൻഷൻസ്, അല്ലെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഏകദേശ ഉദ്ദേശമാണ് ഈ പറഞ്ഞത്. ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു ഇൻറ്റൻഷൻസ്. പിന്നെ മുസ്ലിം കലണ്ടറിന് ഹിജ്റ കലണ്ടർ എന്ന് പറയും. ഹിജ്റ കലണ്ടർ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് ദി മൂൺ. സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് ലൂനാർ കലണ്ടർ, ചന്ദ്രമാസ കലണ്ടർ എന്ന്. ലൂനാർ, LUNAR, ലൂനാർ കലണ്ടർ. നമ്മൾ സാധാരണ ഉള്ള കലണ്ടറിൽ സോളാർ കലണ്ടറാണ്, സോളാർ. പിന്നെ ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജ്, നേരത്തെ പറഞ്ഞ ഹോളി പിൽഗ്രിമേജ്, അതിൻ്റെ ഒരു ഷോർട്ടർ വേർഷനാണ്. ഷോർട്ടർ പിൽഗ്രിമേജ് ടു മെക്ക, ദാറ്റ്സ് കോൾഡ് ഉംറ. ഒരു കുറച്ചും കൂടെ ഷോർട്ടായിട്ടുള്ള, അത്രയൊന്നും ഇത് വേണ്ടാത്ത, അതിനും ലൈറ്റായിട്ടുള്ള പിൽഗ്രിമേജ് തന്നെയാണ് ഉംറ. മറ്റൊന്ന് പ്രവാചകൻ്റെ ഹിജ്റ എന്ന് പറയുന്ന ഹിസ് മൈഗ്രേഷൻ എന്ന് വേണമെങ്കിൽ, പലായനം ഫ്രം മക്ക ടു മദീന. അതിന് ഹോളി ഫ്ലൈറ്റ് ഓഫ് ദ പ്രോഫറ്റ്. ഹോളി ഫ്ലൈറ്റ് ഓഫ് ദ പ്രോഫറ്റ് ഈസ് കോൾഡ് ഹിജ്റ. ഹാജി ഈസ് വൺ ഹൂ പെർഫോംഡ് ഹജ്ജ്. ഹജ്ജ് ചെയ്ത ആളെയാണ് ഹാജി. ഓക്കെ. തവാഫിന് ഇംഗ്ലീഷ് വാക്ക് സർക്കംആംബുലേറ്റ് എന്നാണ്. സർക്കംആംബുലേറ്റ്. Circle around the Kaaba. Kaaba is actually a holy house, holy building of Mecca, which is actually circled around by the devotees or the worshippers. They are not worshipping the Kaaba, but they are circling around that particular building, holy building, Kaaba. അതിന് നമ്മൾ പറയുന്ന പേരാണ്, അറബിക് ടേമാണ് തവാഫ്. ഇറ്റ് ഈസ് ആക്ച്വലി ഇംഗ്ലീഷ് ഈക്വലൻറ്റ് ഈസ് ആക്ച്വലി
circumambulate, CIRCUMAMBULATE, circumambulate. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആൾ.